അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്ത ആളുകൾ വിരളമായിരിക്കും. തലവേദന ശരിക്കും ഒരു തലവേദന തന്നെയാണ് പല ആളുകൾക്കും. ജലദോഷം മുതൽ ഗൗരവമേറിയ ക്യാൻസറിൻ്റെ വരെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് പല തലവേദന ഉണ്ടാകാം. സാധാരണ തലവേദന മാറാനായി പലതരത്തിലുള്ള വീട്ടുവൈദ്യങ്ങളും വേദന സംഹാരികളുമെല്ലാം ലഭ്യമാണ്. കൂടാതെ ആരോഗ്യകരമായ ഭക്ഷണക്രമം, പതിവായി ചെയ്യുന്ന വ്യായാമം, ശരിയായ ഉറക്കം, ദിവസേന ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളും സാധാരണ തലവേദന കുറക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം നമുക്ക് ദിക്റുകളിലൂടെ, ആയത്തുകളിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ തലവേദനയെ മാറ്റിയെടുക്കാം. മഹാന്മാരായ നമ്മുടെ ഇമാമികൾ നിർദ്ദേശിച്ച, അവരുടെ കിതാബുകളിൽ നിർദ്ദേശിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആയത്തുകൾ അഥവാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി وأنزل التوراة والإنجيل الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل ഒന്നും കൂടി ആവർത്തിക്കുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല التوراة والإنجيل. ഈ ആയത്ത് ഒരു മനുഷ്യൻ അവിടെ നിന്ന് എഴുതിയെടുക്കുകയും അവൻ്റെ തലയിലേക്ക് തലവേദനയുള്ള ഒരു വ്യക്തി കെട്ടുകയും ചെയ്താൽ അതിൻ്റെ കാരണമായിട്ട് അല്ലാഹു തആല അവൻ്റെ തലവേദന മാറ്റിക്കൊടുക്കുമെന്നും ഇമാമിങ്ങൾ പറയുന്നത് കാണാം. നമുക്കിത് പരീക്ഷിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലവേദന, ശക്തമായ തലവേദന കൊണ്ട് പല ആളുകളും പൊളയാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തലവേദനകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ തലവേദനകൾ പല രൂപത്തിലുണ്ടാകാറുണ്ട്. പലപ്പോഴും പല ആളുകൾക്കും ടെൻഷൻ മൂലമുള്ള തലവേദന ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിന് മുഖേനയും പല ആളുകൾക്കും തലവേദന ഉണ്ടാകാറുണ്ട്. അതുപോലെ ക്ലസ്റ്റർ തലവേദന, സൈനസ് തലവേദന, അതുപോലെ ട്യൂമർ സംബന്ധമായ തലവേദന, മസ്തിഷ്കാണുബാധയുമായി ബന്ധപ്പെട്ട തലവേദന, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി തലവേദനകൾ തന്നെ പല രൂപത്തിൽ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ദിക്റുകളെ നമ്മൾ പതിവാക്കുകയും ഇങ്ങനെയുള്ള ദിക്റുകളിലേക്ക് നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മൾ മടങ്ങുകയും ചെയ്താൽ അത് അള്ളാഹുവിനെ നമ്മൾ ആശ്രയിച്ച് അള്ളാഹുവിൽ ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദിക്റുകളിലൂടെ നമ്മൾ നമ്മുടെ തലവേദനകൾക്കും നമ്മുടെ മറ്റു രോഗങ്ങൾക്കും നമുക്ക് പരിഹാരം നേടാൻ പറ്റും. അതുതന്നെയാണല്ലോ പരിശുദ്ധമായ ഖുർആനിലുള്ള അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തിയത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും മനസ്സിന് സമാധാനവും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദിക്റുകളെ കൊണ്ട്, അള്ളാഹുവിൻ്റെ ദിക്റ് ചൊല്ലൽ കൊണ്ട്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട്, അള്ളാഹുവിൻ്റെ മഹാന്മാർ പഠിപ്പിച്ച ദിക്റുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അവ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല التوراة والإنجيل. ആവർത്തിച്ച് കേട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. ഇത് ഇൻഷാ അല്ലാഹ് ഒരളവോളം നമ്മുടെ തലവേദനയ്ക്ക് വലിയൊരു പരിഹാരമായി തീരും. അതുപോലെ തലവേദനയ്ക്കുള്ള മറ്റൊരു പരിഹാരമാണ് കൂട്ടുകാരെ ഇവിടെ ഇനി നിർദ്ദേശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു മനുഷ്യൻ അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരത്തിന് ശേഷം സാധാരണ നമ്മുടെ നിസ്കാരങ്ങളിൽ ഓതാറുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിച്ച ഒരു സൂറത്താണ് അൽഹാക്കുമുത്ത തകാസുർ അഥവാ സൂറത്തുൽ കൗസർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തു തകാസുർ. എന്നാൽ ഈ സൂറത്ത് ഒരു മനുഷ്യൻ അസർ നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതുകയും അങ്ങനെ തലവേദനയുള്ള ആൾക്ക് മന്ത്രിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ മന്ത്രിച്ചോതുകയും ചെയ്താൽ അത് വലിയൊരു അളവോളം അയാളുടെ തലവേദനയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന് മഹാന്മാർ നിർദ്ദേശിക്കുന്നത് കാണാം. അഥവാ അൽഹാക്കുമുത്ത തകാസുർ നമുക്ക് അറിയുന്ന സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമുത്ത തകാസുർ ഹത്താ സുർതുൽ മഖാബിർ
حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് നമ്മൾ പതിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ അസർ നിസ്കാരങ്ങൾക്ക് ശേഷം അഥവാ അസർ നിസ്കാരത്തിന് ശേഷം തലവേദനയുള്ള ആൾക്ക് ഇത് മന്ത്രിച്ച് ഊതുകയാണ് എങ്കിൽ തലവേദനയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന് മഹാന്മാർ അവിടെ നിന്ന് നിർദ്ദേശിക്കുന്നത് കാണാം. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.